ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 19ാം സീസണിൽ നിരാശപ്പെടുത്തി തുടങ്ങിയ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 5 തവണ ചാമ്പ്യന്മാരായ CSKക്ക് ഇത്തവണ വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ പരിക്കും മോശം ഫോമും തിരിച്ചടിയായതോടെ ആദ്യത്തെ 3 മത്സരത്തിലും CSKക്ക് തോൽവി നേരിട്ടു. സഞ്ജു സാംസൺ ടീമിലേക്ക് എത്തിയതിന്റെ ഇമ്പാക്റ്റ് കാണാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ഇതോടെ വലിയ വിമർശനം സഞ്ജുവിനും ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനും CSK ടീം മാനേജ്മെന്റിനും നേരിടേണ്ടി വന്നു. എന്നാൽ പതിയെ താളം കണ്ടെത്തി CSK മടങ്ങിയെത്തിയിരിക്കുകയാണ്. തുടർച്ചയായി 2 ജയങ്ങൾ നേടിയ CSK ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ CSKയുടെ തിരിച്ചുവരവിനെ കുറിച്ച് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് മനസ്സ് തുറന്നിരിക്കുകയാണ്. പതിയെ ഞങ്ങൾ ഒന്നായി മാറുകയാണ്. എല്ലാവർക്കും അവരുടെ റോൾ കൃത്യമായി അറിയാം. ഏത് ഓവറിൽ ഏത് ലെങ്തിൽ പന്തെറിയണമെന്ന് ഇപ്പോൾ ബോളർമാർക്ക് മനസ്സിലാകുന്നു. അവർ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിയെ ടീം മെച്ചപ്പെടുന്നുണ്ട്. ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന അടയാളമാണ്. ഞങ്ങൾ മികച്ച സ്കോറാണ് പ്രതിരോധിച്ചത്. അത് വലിയൊരു ഉയർന്ന സ്കോറായിരുന്നുവെന്ന് കരുതുന്നുമില്ല. ആദ്യത്തെ 6-7 ഓവർ കഴിഞ്ഞപ്പോൾ പിച്ചിൻ്റെ സ്വഭാവം വല്ലാതെ മാറി. അല്പം സ്പിന്നിന് പിന്തുണ ലഭിച്ചു. ആദ്യം 220 ആയിരുന്നു ലക്ഷ്യമിട്ടിരുന്ന സ്കോർ. എന്നാൽ പിച്ചിലെ സാഹചര്യം മനസ്സിലാക്കി പിന്നീട് 190, 180 എല്ലാം മികച്ച സ്കോറാണെന്ന് മനസ്സിലാക്കി. പവർ പ്ലേയിൽ നന്നായി താരങ്ങൾക്ക് പന്തെറിയാൻ സാധിച്ചുവെന്നും ഗെയ്ക്വാദ് പറഞ്ഞു. CSKയുടെ നായകൻ എന്ന നിലയിൽ ഋതുരാജിന് ഇപ്പോൾ അഭിമാനിക്കാം. മോശം ഫോമിൽ നിന്ന് ടീമിനെ പഴയ മികവിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഋതുരാജിന് സാധിക്കുന്നുണ്ട്. എന്നാൽ ഋതുരാജിന്റെ ഫോം CSK സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഓപ്പണിംഗിൽ സഞ്ജു സാംസണിനൊപ്പം നന്നായി തുടങ്ങാൻ ഋതുരാജിന് സാധിക്കുന്നുമില്ല. എന്നാൽ തൻ്റെ ഫോം കാര്യമാക്കുന്നില്ലെന്നാണ് ഋതുരാജ് പറയുന്നത്. 5 മത്സരത്തിൽ നിന്ന് 63 റൺസാണ് ഋതുരാജിന് നേടാനായത്. ഇപ്പോൾ വളരെ ശാന്തതയോടെയാണ് കളിക്കുന്നത്. ടീമിൻ്റെ ആവശ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. മാനസികമായി ഇപ്പോൾ വളരെ സന്തോഷത്തിലുമാണുള്ളത്. പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ എൻ്റെ ഒരു വലിയ പ്രകടനം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ആവശ്യ സമയത്ത് കൃത്യമായി അത് വരുമെന്ന് ഋതുരാജ് പറഞ്ഞു. സഞ്ജു സാംസൺ ഫോമിലേക്ക് എത്തിയതാണ് CSKക്ക് കരുത്തായത്. ഡൽഹിക്കെതിരെ പുറത്താകാതെ 115 റൺസും അവസാന മത്സരത്തിൽ KKRനെതിരെ 48 റൺസും നേടാൻ സഞ്ജുവിന് സാധിച്ചു. KKRനെതിരെ 32 പന്തിൽ 4 4ഉം 3 6ഉം ഉൾപ്പെടെ 48 റൺസ് എടുത്താണ് സഞ്ജു മടങ്ങിയത്. 150 സ്ട്രൈക്ക് റേറ്റിൽ തിളങ്ങിയ സഞ്ജു പതിയെ തുടങ്ങി പിന്നീട് കത്തിക്കയറാനാണ് പദ്ധതിയിട്ടത്. എന്നാൽ 50ക്ക് 2 റൺസ് അകലെ വെച്ച് പുറത്താകാനായിരുന്നു വിധി. വരുന്ന മത്സരങ്ങളിലും സഞ്ജു ഇതേ മികവ് തുടരേണ്ടത് CSK സംബന്ധിച്ച് അത്യാവശ്യമാണെന്ന് തന്നെ പറയാം. സഞ്ജു സാംസണിനെ സംബന്ധിച്ച് ഈ സീസണിൽ മികവ് കാട്ടേണ്ടത് അഭിമാന പ്രശ്നം കൂടിയാണ്. രാജസ്ഥാൻ റോയൽസ് വിട്ടത് തന്നെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്ന് മലയാളി താരത്തിന് തെളിയിക്കേണ്ടിയിരുന്നു. ഇത് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നിലവിൽ നമുക്ക് പറയുകയും ചെയ്യാം.